നൽകിയത്. കോൺഗ്രസ് പുനഃസംഘടനയുടെ ആദ്യഘട്ടം ഉടൻ പൂർത്തിയാക്കാൻ നേതൃതലത്തിൽ ധാരണ. കെപിസിസി ജനറൽ സെക്രട്ടറിമാരെയുമായിരിക്കും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുക എന്നാണ് സൂചന. വിവാദങ്ങൾക്ക് വഴിവെച്ച ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പുനഃസംഘടനയും വൈകാതെ ഉണ്ടായേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാകും പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കുക. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഡാൻ, പുനഃസംഘടനയുടെ ആദ്യഘട്ടം ഉടൻ പൂർത്തിയാക്കാനാണ് നേതൃതലത്തിൽ ധാരണയുണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഡാൻ പൂർണ്ണ പുനഃസംഘടന നടപ്പാക്കാൻ നേതൃത്വത്തിന് സാധിക്കാത്തത്? വിവരങ്ങൾ. ഭവ്യ, കഴിഞ്ഞ സെപ്റ്റംബർ 30 തന്നെ, അതായത് ഈ 30-നകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശമായിരുന്നു ഹൈക്കമാൻഡ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് അടക്കം നൽകിയിരുന്നത്. പക്ഷേ ഈ പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കുന്നതിൽ ഗ്രൂപ്പ് നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന ചില തർക്കങ്ങൾ വലിയ തരത്തിൽ തടസ്സമായി മാറുകയായിരുന്നു. അങ്ങനെയാണ് DCC അധ്യക്ഷന്മാരെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള സമ്പൂർണ്ണ പുനഃസംഘടനയിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് കടന്നാൽ അത് പാർട്ടിക്കുള്ളിൽ ഭിന്നതകൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടി ഉണ്ടാക്കുമെന്നൊരു വിലയിരുത്തലിലേക്ക് മുതിർന്ന നേതാക്കൾ അടക്കം എത്തിയത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ സംസ്ഥാനത്തെ KPCCയുടെ ജനറൽ സെക്രട്ടറിമാരെയും മാത്രം നിയോഗിച്ചുകൊണ്ട് പുതുതായി ചുമതലയേൽപ്പിച്ചുകൊണ്ട് ഭാഗികമായൊരു പുനഃസംഘടന അല്ലെങ്കിൽ ആദ്യഘട്ടം മാത്രം ഇപ്പോൾ പൂർത്തിയാക്കുക എന്നൊരു ധാരണയിലേക്ക് നേതൃതലത്തിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ KPCC ജനറൽ സെക്രട്ടറിമാരുടെയും ഈ പുനഃസംഘടന ലിസ്റ്റ് പട്ടിക എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിച്ചതിന് അനുസരിച്ച് DMCയിലും ഒരു പൊളിച്ചെഴുത്തിന് വഴി തുറക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ മുതിർന്ന നേതാക്കൾക്കെതിരെ തന്നെ സൈബർ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് DMCയുടെ കാര്യത്തിലും ഒരു പൊളിച്ചെഴുത്ത് വേണമെന്ന കാര്യം മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചത്. അവിടെ KPCCയുടെ നേതൃതലത്തിലുള്ള ഒരു മുതിർന്ന നേതാവിനെ DMCയുടെ പൂർണ്ണ ചുമതല ഏൽപ്പിക്കും. ആ നേതാവിൻ്റെ ചുമതലയിലായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഒരുക്കവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടക്കുക. KPCC സമാനമായ തരത്തിൽ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന പോലെ UDFന് വേണ്ടി മറ്റൊരു പ്രചാരണ തലവും ഡിജിറ്റൽ തലത്തിൽ ഒരുങ്ങുന്നുണ്ട്. ഇത് രണ്ടും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും KPCCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ പുനഃസംഘടനയുടെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തർക്കങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞാൽ ആ ആത്മവിശ്വാസത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സമ്പൂർണ്ണ പുനഃസംഘടന പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡും KPCC നേതൃത്വവും. അപ്പോഴും ഈ പൂർണ്ണമായി ഈ പുനഃസംഘടന നടപ്പാക്കാൻ സാധിക്കാത്തതിൽ ഈ ഗ്രൂപ്പ് തർക്കങ്ങൾ ഒരു വലിയ കാരണമാകുന്നുണ്ടോ? ഡാൻ, ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറയുന്നത് അതിലേക്ക് നയിക്കുന്നുണ്ട്. പ്രധാനമായും നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയമൊന്നും ഇപ്പോഴും പരിഹരിക്കാൻ പല തട്ടിലാണ് വിഷയത്തിൽ കോൺഗ്രസ്. അപ്പോൾ അതൊക്കെ ഈ പൂർണ്ണ പുനഃസംഘടനയിലേക്ക് എത്താത്തതിൽ ഒരു വഴി തടസ്സമായി നിൽക്കുന്നുണ്ടോ ഡാൻ? അതായത് തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഫോൺ കോൾ വിവാദത്തിന് പിന്നാലെ പാലോട് രവി രാജിവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പകരം ചുമതല താൽക്കാലികമായി നൽകിയത് N ശക്തനായിരുന്നു. പക്ഷേ N ശക്തൻ താൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരാനില്ല, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ താൻ രാജിവെക്കുമെന്ന് നേതൃത്വത്തെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ആരാകണം DCC അധ്യക്ഷൻ എന്ന കാര്യത്തിൽ ഒരു ഏക അഭിപ്രായത്തിലേക്ക് എത്താൻ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ഈ തർക്കം ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പ്രതിപക്ഷ നേതാവ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ഒരു പേരാണ്, മറ്റ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ മറ്റൊരു പേർ മുമ്പോട്ട് വെക്കുന്നു. KC വേണുഗോപാൽ പക്ഷവും സമാനമായ തരത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി വാദമുന്നയിക്കുന്ന സാഹചര്യം. ഇങ്ങനെ 3 പേരുകൾ ഈ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ സജീവമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ പൂർണ്ണമായി ഇതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുനഃസംഘടനാ നടപടികൾ ഈ DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ തീരുമാനമാകാൻ കഴിയാത്തതിൻ്റെ പേരിൽ പുനഃസംഘടന പൂർണ്ണമായി നടക്കാതെ ഇരുന്നാൽ അത് സംഘടനയെ താഴെത്തട്ടിലേക്ക് ബാധിക്കും, തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ അടക്കം പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആദ്യഘട്ടം ഇപ്പോൾ പൂർത്തിയാക്കുക. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടാൽ ആ ആത്മവിശ്വാസവുമായി രണ്ടാം ഘട്ടത്തിൽ സമ്പൂർണ്ണ പുനഃസംഘടനയിലേക്ക് കടക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ.